നമസ്കാരം കുട്ടികളെ, റീഗൽ ആക്മി കോളേജിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NAOS സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ ഫിസിക്സ് ചാപ്റ്റർ 6 വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊട്ട് മുമ്പ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും അത് നോക്കി കാണും, പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് തിയറി പോർഷനിലോട്ട് വരുന്ന പോർഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 6 വർക്ക് എനർജി പവർ. അതിനു മുമ്പേ ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാ കുട്ടികളും PCP ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, എല്ലാവർക്കും ഹാൾ ടിക്കറ്റ് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യമായി തന്നെ PCP ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. സീനിയർ സെക്കൻഡറി സ്കൂൾ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള റെക്കോർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നല്ല വിജയം നേടട്ടെ എന്ന് നമുക്ക് ആദ്യമേ തന്നെ ആശംസിച്ചുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ് ഒരിക്കൽ കൂടെ പറയുന്നു, വർക്ക് എനർജി പവർ. നോക്കുക, നമ്മൾ ആദ്യത്തെ ആ ഒരു പേരിൽ തന്നെയുണ്ട് ഫിസിക്സിൽ, അതായത് വർക്ക് എനർജി പവർ. എന്താണ് വർക്ക്? നമുക്കറിയാം, ബലം അല്ലെ. ഒരു ബലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു വസ്തുവിനെ സ്ഥാനമാറ്റം, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു എങ്കിൽ ആ വസ്തുവിനെ നമുക്ക് ബലം പ്രയോഗിച്ചു അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് ആ ബലം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വസ്തു അവിടെ ഇരിക്കുകയാണ്, ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു വസ്തു നിൽക്കുന്നുണ്ട്, ആ വസ്തുവിന് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വസ്തുവിന് എന്തെങ്കിലും ഒരു സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ ആ വസ്തുവിന് നമ്മൾ ബലം പ്രയോഗിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോഴതിന് പ്രത്യേകമായിട്ട് നമുക്ക് പറയേണ്ടത് എങ്ങനെയാണ്? ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ടു ദ പ്രൊട്ടക്റ്റീവ് കോമ്പണന്റ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് അല്ലെ. ആ ഒരു വസ്തുവിന് എന്ത് സംഭവിച്ചു? ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഇതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? വർക്ക്. നമ്മൾ വർക്ക് ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നു എങ്കിൽ അത് നമ്മൾ എന്തായിട്ട് വർക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അപ്പോഴെന്താണ് മൊത്തത്തിൽ നമ്മൾ പറയുന്നത്? അതിന്റെ പ്രോഡക്റ്റ് ആണ്. ഏതിന്റെയൊക്കെ? വർക്ക് ഈസ് ഈക്വൽ ടു F × D cos θ. അങ്ങനെയാണ് പറയുന്നത്. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു ഫോഴ്സ് പ്രയോഗിക്കണം. പ്രവൃത്തി ചെയ്തായിട്ട് വരണമെങ്കിൽ നമുക്ക് എന്താണ്? ഒരു ഫോഴ്സ് പ്രയോഗിക്കണം. പിന്നെ എന്താണ്? ആ ഫോഴ്സിന് ഒരു ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനമാറ്റം സംഭവിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ആ ഒരു വസ്തു നമുക്ക് അല്ലെങ്കിൽ അതിന് എന്തായത് നമ്മളൊരു ബലം പ്രയോഗിച്ചു, വർക്ക് നമ്മൾ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഫോം എന്താണ്? W = F .D cos θ. ഇത് നമ്മൾ പറഞ്ഞ F എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ന് പറഞ്ഞു, അതുപോലെ D ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ നമ്മളുടെ cos θ ഈസ് ആംഗിൾ ആണ്. നമ്മൾ ഒരു വസ്തുവിനെ എങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ആ വസ്തു ഒരു നേർരേഖയിലൂടെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ വസ്തു നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ മൂവ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നിരിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേജും ഫൈനൽ സ്റ്റേജും തമ്മിൽ ഒരു ആംഗിൾ കണക്ട് ആവും അല്ലെ. അതെന്താണ്? ചിലപ്പം 90 ഡിഗ്രി ആയിരിക്കാം, 180 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് നേർരേഖയിലുള്ളതായിരിക്കാം അല്ലെ. അപ്പോൾ അങ്ങനെ പലതരത്തിൽ നമുക്ക് ആംഗിൾസ് എന്ത് ചെയ്യും? കണക്ട് ആവും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? cos θ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വർക്ക് എന്ന് മനസ്സിലായാലും എന്താണ് നമ്മളൊരു വർക്ക് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മളൊരു ബലം പ്രയോഗിക്കുമ്പോൾ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം അല്ലെങ്കിൽ അതിനെ ഒരു ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം സംഭവിക്കുന്നു എങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയുന്നു? വർക്ക് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഫോം എന്താണ്? വർക്ക് W = F × D cos θ. F ഈസ് എ ഫോഴ്സ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? D, cos θ ഈസ് ആൻ ആംഗിൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ നമ്മളിപ്പോ പറഞ്ഞു, ഇതിന്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്താണ്? നമ്മൾ വർക്കിന്റെ യൂണിറ്റ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ വർക്കിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ എന്താണ്? mL² എന്ന mL² T⁻² എന്ന് പറയുന്നതാണ് അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. എന്താണ്? mL² T⁻² ആണ് ഇതിന്റെ നമ്മുടെ വർക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് എന്താണെന്ന് പഠിച്ചല്ലോ. ഇങ്ങനെ വർക്ക് എന്ന് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള വർക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. എന്താണ്? പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. ഏതൊക്കെയാണ്? പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. ഇതിലെ പോസിറ്റീവ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വസ്തുവിനെ ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റം, ആ ഒരു സ്ഥാനമാറ്റം സംഭവിക്കുന്നത്, അതായത് ആ സ്ഥാനമാറ്റം ഒരേ നേർരേഖയിലാണ് എങ്കിൽ അതെന്താണ്? പോസിറ്റീവ് നമ്മുടെ വർക്ക് എന്ന് പറയും. പോസിറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അല്ലെങ്കിൽ ഒരു വസ്തു ചലിക്കുമ്പോൾ സ്ഥാനമാറ്റം സംഭവിക്കുന്നത് നേർരേഖയിലാണ് എങ്കിൽ അതെന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? ഒരേ ദിശയിൽ നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത്, അതായത് നമ്മൾ ഒരു മേശയെ നോക്കിയോ, ഒരു മേശയെ നമ്മൾ തള്ളുന്നു അല്ലെ, അപ്പോൾ അതെന്താ? ഒരേ ലെവലിലായിരിക്കും പോകും. അപ്പൊ അതെന്താണ്?
പോസിറ്റീവ് വർക്കാണ്. നമ്മൾ മാറ്റിക്കൊണ്ട് പോകുന്നത് അതെന്താണ് പോസിറ്റീവ് വർക്ക്. പക്ഷേ ചില സമയത്ത് ചില വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അതിന്റെ പ്രവർത്തനം വരിക അല്ലെ. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ റിയാക്ഷൻ സംഭവിക്കുന്നു. നമുക്ക് ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ നമ്മൾ ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിയുമ്പോഴത്തേക്ക് അത് ഓക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്, പക്ഷെ നമ്മളിങ്ങനെ മുകളിലോട്ട് എറിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു ആ മാങ്ങ നേരെ തിരിച്ച് നമ്മൾ ഇവിടെ നിന്നാണ് ഒരു വർക്ക് കൊടുത്തത്, പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് അതിന്റെ പ്രവർത്തനം കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഉള്ളതിനെ നമുക്ക് എന്തെന്ന് പറയാം നെഗറ്റീവ് അല്ലെ, നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അതേ നേർരേഖയിൽ അല്ലെങ്കിൽ സെയിം സൈഡിലോട്ടാണ് അതിനൊരു വർക്കാണ് എങ്കിൽ അതിനാണെന്ന് പറയുന്നത് പോസിറ്റീവ് വർക്കും. അല്ലാതെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന വർക്കിനനുസരിച്ച് നേരെ ഓപ്പോസിറ്റ് ആണ് അതിനുള്ള പ്രവർത്തനം നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് വർക്കും എന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ സീറോ വർക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ രണ്ടിലും ഉൾപ്പെടാത്ത, അതായത് നമ്മൾ ഒരു ബലം പ്രയോഗിച്ചിട്ട് അതിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല, അത് ഈസ് എ സീറോ വർക്ക്. ഓക്കെ, എന്താണ് നമ്മളൊരു ചുവരെടുക്കുക, ചുമരിൽ നമ്മൾ ചെന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് എന്ത് ചെയ്തു ഒരു വർക്ക് നമ്മൾ നല്ലപോലെ ഒരു ബലം പ്രയോഗിച്ചു, പക്ഷെ ആ ചുമരിന് മാറ്റം സംഭവിച്ചു. നമ്മൾ നല്ലപോലെ ബലം പ്രയോഗിച്ചു, പക്ഷെ അവിടെ നമ്മളൊരു വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മാറ്റവും ആ ചുമര് അങ്ങോട്ട് നീങ്ങിപ്പോയില്ല, തിരിച്ചിങ്ങോട്ട് വന്നില്ല അല്ലെ. അപ്പോൾ ആ ചുമരിന് ഒരു സ്ഥാനമാറ്റവും സംഭവിക്കുന്നില്ല അവിടെ. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സീറോ വർക്ക്. നമ്മൾ അവിടെ പ്രവൃത്തി വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിപ്പോ പഠിച്ചപ്പോ വർക്ക് എന്താണെന്ന് പഠിച്ചു അല്ലെ. ഒരു വർക്ക് എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു വസ്തുവില് നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് നമ്മൾ വർക്ക് ചെയ്തതായിട്ട് കണക്കാക്കുന്നു. 3 തരത്തിലുള്ള വർക്ക് നമ്മൾ പഠിച്ചതാണ്. പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചത് F×D cos θ. ഇതില് തീറ്റ എന്ന് പറയുന്ന സംഭവം നമ്മൾ സീറോ എടുക്കുകയാണെങ്കിൽ അത് തീറ്റ 90 ഡിഗ്രിയിൽ വരികയാണെങ്കിൽ അതാണ് cos 90 എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ്. അപ്പോൾ ഫുള്ള് സീറോ ആയിട്ട് മാറും. അതിനാണ് സീറോ എന്ന് പറയുന്നത്. അടുത്ത തീറ്റ ഈസ് ബിറ്റ്വീൻ 0 to 90 ഡിഗ്രി ആണെങ്കിൽ ദിസ് ഈസ് എ പോസിറ്റീവ് വർക്ക്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അത് അതിന്റെ ആംഗിൾ ഞാൻ പറയുകയാണ് കോസ് തീറ്റ. നമുക്ക് കോസ് തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുന്നത് 90 ഡിഗ്രി, 0ക്ക് 90 ഡിഗ്രിനകത്താണ് എങ്കിൽ അതെന്തായിരിക്കും ഒരു പോസിറ്റീവ് വർക്ക് ആയിരിക്കും. അഥവാ നമ്മൾ തീറ്റയ്ക്ക് 90 ഡിഗ്രി മാത്രമാണ് അതിനകം മെയിൻ 90 ആണ് ലംബമായാണ് കൊടുക്കുന്നതെങ്കിൽ ദിസ് ഈസ് എ സീറോ വർക്ക്. നെഗറ്റീവ് വർക്ക് എന്ന് വെച്ചാൽ 90ക്കും 180ക്കും അങ്ങോട്ടാണ്, 90ക്കും 180ക്കും ഇടയിലാണ് കൊടുക്കുന്നതെങ്കിൽ ദിസ് ഈസ് എ നെഗറ്റീവ് വർക്ക്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക്. അത് നമ്മുടെ ഡിഗ്രീസ് വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ സീറോ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നേരെ 90 ഡിഗ്രി ആണെങ്കിൽ സീറോ വർക്ക്. ഓക്കെ, 90ക്ക് ഇപ്പുറം അതായത് 0 to 90 ആണെങ്കിൽ പോസിറ്റീവ്, 90 to 180 ആണെങ്കിൽ നെഗറ്റീവ്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 3 വർക്കും പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് നോക്കാം എന്തെല്ലാം സിറ്റുവേഷൻസിലാണ് നമുക്ക് എന്താണ് ഏതൊക്കെ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വർക്ക് ഡൺ ഇൻ സീറോ. വർക്ക് ചെയ്യുന്ന അത് നമുക്ക് സീറോ ആവുന്ന ഏതെല്ലാം കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് വർക്ക് സീറോ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ സീറോ വർക്ക് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സീറോ വർക്കായിട്ട് നമുക്ക് മാറുന്നതെന്നാണ്. അത് ഒന്നാമത്തെന്ന് വെച്ചാല് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്നു. മീൻസ് നമ്മൾ പറഞ്ഞ ഒരു ബലം പ്രയോഗിക്കുന്നു അല്ലെ, ആ ബലം പ്രയോഗിക്കുമ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നില്ല. ഞാൻ ചുവരിനെ ആലോചിച്ചോളൂ, ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താണ് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസിൽ മൊത്തം നമുക്ക് എന്താണ് സീറോ ഡിഗ്രി, അതായത് സീറോ വർക്കായിട്ട് നമുക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നില്ല സീറോ. The displacement is zero, then the situation which work done is zero. Okay, the work done is zero. The displacement is zero, work done is also zero. Then the next point is the force is zero. ഞാൻ ഒരു ബലം പ്രയോഗിച്ചില്ല, ഒരു വസ്തു അവിടെ ഇരിക്കുകയാണ്, ഞാൻ ഒരു ബലവും പ്രയോഗിച്ചില്ല, ഞാൻ മിണ്ടാതെ ആ സ്റ്റേച്ചു ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, വർക്കുള്ളോ ഇല്ല. അപ്പോഴവിടെ എന്താണ് ദി വർക്ക് ഈസ് സീറോ അല്ലെ. ആ വർക്ക് ഡൺ എന്താണ് സീറോ ആണ്. അപ്പോൾ നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് ചലനം സംഭവിച്ചില്ല, അവിടെ സീറോ ആണ്. പിന്നെ ഞാൻ ബലം പ്രയോഗിച്ചില്ല, അപ്പോഴും എന്താണ് സീറോ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു കണ്ടീഷൻ എന്താണ് ലംബമായി പെർപെൻഡിക്കുലർ ആയി, അതായത് 90 ഡിഗ്രിയിൽ ആംഗിൾ വരുന്നുണ്ട് എങ്കിലും അതെന്താണ് സീറോ ആണ്. നമ്മൾ പഠിച്ചില്ലേ 90 ഡിഗ്രിയിൽ ആംഗിൾ വരെ കോസ് തീറ്റ, അതായത് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ അത് എന്താണെന്ന് പറയുന്നു സീറോ, വർക്ക് ഡൺ ഈസ് സീറോ. അപ്പോൾ 3 സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വർക്ക് ഡൺ സീറോ ആക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് സിറ്റുവേഷൻസ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഈസ് സീറോ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് അവിടെ സീറോ ആണെങ്കിൽ
ആണെങ്കിൽ വർക്ക് ഈസ് സീറോ. ദെൻ ഫോഴ്സ് ഈസ് സീറോ, ഞാൻ ഫോഴ്സ് എഫക്ട് ചെയ്യുന്നില്ല, ഞാൻ ഫോഴ്സ് ബലം പ്രയോഗിക്കുന്നില്ല, ദെൻ വർക്ക് ഈസ് സീറോ. ദെൻ ലാസ്റ്റ് വൺ ഈസ് നമ്മൾ എന്ത് പറഞ്ഞു, തീറ്റയുടെ ഡിഗ്രി ലംബമായി പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാനുവലി വരുന്നതെങ്കിൽ 90 ഡിഗ്രി ആണ് തീറ്റയുടെ വാല്യൂ എങ്കിൽ ആ വർക്കും എന്തായിരിക്കും, വർക്ക് ഡൺ ഈസ് സീറോ. ഈ 3 സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമായിരിക്കും വർക്ക് ഡൺ സീറോ ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വർക്ക് പഠിച്ചു, 3 ടൈപ്പ് ഓഫ് വർക്ക്സ് പഠിച്ചു അല്ലെ? എന്താണ് അപ്പൊ മനസ്സിലായത്? അതിന്റെ ഇക്വേഷൻസ് എന്താണ്? വർക്കിന്റെ ഇക്വേഷൻസ് എന്താണ്? W is equal to F into D, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കോസ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്, ഇപ്പോൾ പഠിച്ചത് വർക്കിനെ കുറിച്ച്. അടുത്ത് നമ്മൾ പഠിക്കുന്നു എന്താണ് എനർജി എന്നാണ് പഠിക്കുന്നത്. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി. എല്ലാവർക്കും വർക്ക് നമുക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു എനർജി വേണമല്ലോ അല്ലെ? അല്ലെങ്കിൽ വർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് പലതരത്തിലുള്ള എനർജീസ് നമുക്കറിയാം. സോളാർ എനർജി ഉണ്ട്, പിന്നെ റേസ് എനർജി, സോളാർ, ഇങ്ങനെ പല തരത്തിലുള്ള മെക്കാനിക്കൽ എനർജി, അടുത്ത് ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, ഇങ്ങനെ കുറെ എനർജീസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും എനർജി ഉണ്ടായാലും അതിനെ പ്രവൃത്തി ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ എനർജി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. നമ്മുടെ വർക്ക് ഈസ് ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി. ബട്ട് നമ്മുടെ ഇതാണെങ്കിൽ എന്താണ്, വർക്ക് സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിലും ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ഈ 2 വെക്ടർ ക്വാണ്ടിറ്റിയും കൂടെ ചേരാൻ പോണ വർക്ക് ഈസ് സ്കേലാർ ക്വാണ്ടിറ്റി ആവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ എനർജി നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്താണ്, എനർജി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതിന്റെ നമ്മുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജൂള് തന്നെയാണ്. ക്യാപിറ്റൽ ലെറ്റർ J ആണ് അതിന് ഉപയോഗിക്കുന്നത്. അതിന്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെയാണ് ml² T⁻². ഓക്കെ, റൈറ്റ്, മനസ്സിലായോ? അപ്പോൾ വർക്കിനെ പോലെ തന്നെ സെയിം തന്നെയാണെന്ന് തോന്നുന്നു എനർജിയുടെയും ആ ഒരു പ്രൊസീജിയർ വരുന്നത്. അതിലെന്താണ്, കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ലെ? എന്താണ്, വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇതിൽ പ്രധാനമായിട്ട് ഒരു വലിയ എനർജി നിന്നാണ് മറ്റ് എനർജീസ് ഉണ്ടാവുന്നത്. അതായത് മെക്കാനിക്കൽ ഒരു എനർജി നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത് പലതരത്തിലുള്ള എനർജീസ് ഉണ്ടെങ്കിലും ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ആയിട്ട് മെക്കാനിക്കൽ എനർജിയിൽ നിന്നുണ്ടല്ല 2 എനർജീസ് ആണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനർജീസ് ഏതിൽ നിന്നാണ് വരുന്നത്, മെക്കാനിക്കൽ എനർജിയിൽ നിന്നാണ് വരുന്നത്. എന്താണ്, മെക്കാനിക്കൽ എനർജിയെ മെയിൻ ആയിട്ട് 2 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവിഷൻ ചെയ്യുന്നുണ്ട്. ഏതാണ്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഏതിനെയാണ് നമ്മൾ 2 ആയിട്ട് ഡിവിഷൻ ചെയ്യുന്നത്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതിൽ എന്താണ് ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി എന്നേക്കാം. അതിന്റെ മലയാളം നമുക്ക് അതേ ഗതികോർജം അല്ലെ? അതായത് ഒരു വസ്തുവിന് ചലനം മൂലം ഉണ്ടാകുന്ന എനർജി അല്ലെ? ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി. അതായത് ചലനം മൂലം ഒരു വസ്തുവിന് എനർജി കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തോന്ന്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. It is the energy possessed by the body by virtue of its motion. അല്ലെ? ചലനം മൂലം ഉണ്ടാകുന്ന ഈ ഒരു എനർജിനെയാണ് എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ KE അല്ലെങ്കിൽ K എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ മെക്കാനിക്കൽ എനർജിനെ ഡിവിഷൻ ചെയ്തു, മെയിൻ ആയിട്ട് 2 ആയിട്ട് ഡിവിഷൻ ചെയ്തു. ഒന്ന് കൈനറ്റിക് എനർജി ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ചലനം മൂലമുണ്ട്, പൊസസ്സസ് വിർച്യു ഓഫ് ഇറ്റ്സ് മോഷൻ, അതിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ആ ഒരു എനർജിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിന് നമുക്ക് വെക്ടർ കൊണ്ട് അതിന്റെ നമ്മളെ ഇക്വേഷൻസ് പറയുമ്പോഴത്തേക്ക് ½ mv² എന്ന് പറയുന്നത്, അതായത് ഹാഫ് വസ്തു എന്താണ്, മാസ് ഉള്ള ഒരു വസ്തു വെലോസിറ്റി കൂട്ടത്തു വരുന്നു, ചലിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻസ് ½ mv² ആണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത് നോക്കിയോളൂ. നമ്മൾ ഈ ചേഞ്ച് കൈനറ്റിക് എനർജി നമുക്ക് ഒരു വർക്കിന്, അതായത് ഒരു വർക്ക് അസൈൻ ചെയ്യുമ്പോഴത്തേക്കും the change in kinetic energy is the particle is equal to the work done in by the net force. അതായത് കൈനറ്റിക് എനർജി ഉപയോഗിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. അതൊരു വർക്ക് കൊടുക്കുന്നത് അതിന് ഏറെ ഈക്വൽ, ഒരേപോലെ സമമായിരിക്കും വർക്കും
കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരിക്കും എന്ന് കൂടെ പറയുന്നുണ്ട്. എന്താണ്? ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതായത് നമ്മളൊരു കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തുല്യമായിരിക്കും. അല്ലെങ്കിൽ അതിന് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വസ്തു ചലിക്കുമല്ലോ, അപ്പോൾ ആ പ്രവൃത്തിക്ക് അതേ ഈക്വൽ കൂടെ ആയിരിക്കും. അതിന് വേറെ ചേഞ്ച് ഒന്നും എക്സ്ട്രാ വരത്തില്ല, ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പോഴെന്താണ്? ഈക്വൽ കൂടെ ആയിരിക്കും എന്തെന്ന് പറയുന്നുണ്ട്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അടുത്ത നോക്കിയോ, പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ഈസ് സ്റ്റോർഡ് എനർജി ബൈ വിർച്യൂ ഓഫ് പൊസിഷൻ. എന്താണ്? ഓർ കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം മൂലമോ ആകൃതി മൂലമോ എന്തുണ്ടാവാം? കാരണം കൊണ്ടുണ്ടാവുന്ന എനർജി. അതായത് ഒരു വസ്തുവിനെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എനർജി കൊടുത്ത് ഒരു വസ്തുവിനെ മറ്റു വസ്തുവാക്കി രൂപമാറ്റി. നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, കൺസർവേഷൻ ഓഫ് അതിന്റെ ലോസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വരും, ഒരു എനർജി ഉപയോഗിച്ച് ഒരു വസ്തുവിന് എന്താണ്, മറ്റൊരു വസ്തു വേറൊരു എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ, നമ്മൾ വൈദ്യുത ഊർജത്തെ പ്രകാശോർജമായിട്ടും നമ്മൾ മാറ്റുന്നു അല്ലെ. ചിലതിനെ നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു, ചിലതിനെ നമ്മൾ എന്താണ് ലൈറ്റ് എനർജി ആയിട്ട് മാറ്റുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ ചില സന്ദർഭത്തിൽ, നമ്മളിപ്പം ഒരു ലൈറ്റ് കത്തുന്നു, എന്താണെടാ, ഒരു ഇലക്ട്രിക് എനർജി നമ്മൾ കൊടുക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? രൂപമാറ്റം സംഭവിച്ച് എന്ത് ചെയ്യുന്നു? ലൈറ്റ് പ്രകാശിക്കുകയും ചെയ്യുന്നു, അതിലൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി ആയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ്, ഒരു സ്ഥാനം മാറ്റമോ അല്ലെങ്കിൽ രൂപമാറ്റം സംഭവിച്ചോ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഊർജം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഊർജത്തിനെയാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ ഇതിനെ എന്തെന്ന് പറയും? സ്ഥിതികോർജം. അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്ഥിതികം, അതായത് ഒരു നിശ്ചിത വസ്തു അല്ലെങ്കിൽ ഒരു അതിനെന്താണ് ആകൃതി കൊണ്ടായിരിക്കാം മാറ്റം സംഭവിക്കാം, അല്ലെങ്കിൽ എന്തോ ഉണ്ടായിരിക്കാം, സ്ഥാനം മൂലമായിരിക്കാം അല്ലെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഗതികോർജം എന്നാണ്. അതെന്താണ്? ഒരു മോഷൻ വിച്ച് ഓഫ് ഇറ്റ്സ് മോഷൻ മൂലം ഉണ്ടാവുന്ന, ചലനം മൂലം ഉണ്ടാവുന്നത് കൈനറ്റിക് എനർജി. ഒരു സ്ഥാനം മൂലമോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക ആകൃതിയിലോട്ട് രൂപമാറ്റം സംഭവിച്ചോ ഉണ്ടാവുന്ന എനർജിനെസിനാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞ എനർജി എന്ന് പറഞ്ഞാല് ഊർജത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ സാധ്യമല്ല അല്ലെ. നമുക്കൊരു ഊർജം നമുക്ക് സ്വന്തമേന ഉണ്ടാക്കിയെടുക്കാനോ നമുക്ക് അതിനെ പൊതുവെ അങ്ങ് നശിപ്പിച്ച് കളയാനോ നമുക്ക് സാധ്യമല്ല. പക്ഷെ എന്ത് ചെയ്യാൻ? അതിനെ നമുക്ക് പല പല രൂപങ്ങളോട്ട് മാറ്റാൻ പറ്റും അല്ലെ. ഓരോരോ രൂപങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഒരു ഊർജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉണ്ടാക്കിയെടുക്കാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. പക്ഷെ അതിന് രൂപമാറ്റം സംഭവിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജത്തെ അല്ലെങ്കിൽ ഒരു ഊർജത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. പിന്നെ എന്താണ്? ആ ഊർജത്തെ നമുക്ക് രൂപമാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കുന്നു എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന ആ ഒരു ചെറിയ ലോയിൽ പറയുന്നത്. അത് നോക്കിയോ, ഈ കൺസർവേഷൻ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു. ഈ കൺസർവേഷനിൽ പ്രധാനമായിട്ട് എനർജി നമ്മുടെ ഈ ഒരു കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, അതായത് ഒരു കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത് ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുടെയും തുല്യമായിരിക്കും മെക്കാനിക്കൽ എനർജി എന്ന്. അപ്പൊ എന്താണ് അടുത്തത്? എന്താണ്? ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ദ കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ പൊതുവെ പറഞ്ഞു. അതിനെന്താണ്? മാറ്റപ്പെടുവാനോ നിർമ്മിക്കപ്പെടുവാനോ നമുക്ക് നശിപ്പിക്കുവാനോ പിന്നെ എന്താണ് ഉണ്ടാക്കാനോ സാധ്യമല്ലെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അതിന്റെ രൂപമാറ്റം സംഭവിക്കാന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറയുന്നു? അതായത് ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുടെയും ആകെ തുക രണ്ടും ഒത്തുചേർന്നതാണ് എന്താണ്? മെക്കാനിക്കൽ എനർജി. നമ്മൾ നേരത്തെ പഠിച്ചു, മെക്കാനിക്കൽ എനർജിയിൽ നിന്നാണ് രണ്ടായിട്ട് ഡിവിഷൻ ചെയ്തത്. അപ്പൊ ഈ രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് എന്താവത്തുള്ളൂ? മെക്കാനിക്കൽ എനർജി ആവത്തുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്? മെക്കാനിക്കൽ എനർജിനെ രണ്ടായിട്ട് കൺവേർട്ട് ചെയ്താണ് എന്തോന്നാക്കിയിട്ടുള്ളത്? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, കൈനറ്റിക് എനർജിയുടെ തുകയും പൊട്ടൻഷ്യൽ എനർജിയുടെ തുക ആകെ മൊത്തം തുക എല്ലാം ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ എനർജി. അതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയും പിന്നെ പ്ലസ് എന്താണ് നമ്മുടെ കൈനറ്റിക് എനർജിന്റെ ടോട്ടൽ ആയിരിക്കും എന്ത്? ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, നമുക്ക് ബാഹ്യ വസ്തുക്കളിലുള്ള ഒരു ബലമില്ല എങ്കിൽ, പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ ഒരു വസ്തു, നമ്മളിപ്പോ ഒരു ബലം കൊടുക്കുന്നില്ല എങ്കിൽ, ഒരു വസ്തു നിശ്ചിത വസ്തു ഇവിടെ തന്നെ ഇരിപ്പുണ്ട്,
ആ വസ്തുവിന് ബാഹ്യ ബലങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ ആ വസ്തുവിന് എന്തോ അതിന്റെ കൈനറ്റിക് എനർജി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കുറയുകയും പൊട്ടൻഷ്യൽ എനർജി കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കുറയുകയും ചെയ്യുന്നു. രണ്ടിനും ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും. മീൻസ് ഒരു ബാഹ്യ ബലങ്ങളൊന്നും തന്നെ മീൻസ് ഗ്രാവിറ്റേഷനോ ഫോഴ്സോ അങ്ങനെ ഒന്നും നമ്മൾ അതിലോട്ട് ആക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിലേക്ക് കൊടുക്കുന്നില്ല, ആ വസ്തുവിന് നമുക്ക് അതിലോട്ട് എഫക്ട് ചെയ്യുന്നില്ല എങ്കിൽ പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും എന്നാണ്. രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കുമെന്നാണ്. പക്ഷേ ഈ രണ്ടും ഓപ്പോസിറ്റ് ആയിരുന്നാലും എന്താണ്, തുക രണ്ടും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞല്ലോ, പൊട്ടൻഷ്യൽ എനർജി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയുന്നു, കൈനറ്റിക് എനർജി കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും. പക്ഷെ ഇവ രണ്ടും കൂടിയാലും കുറഞ്ഞാലും രണ്ടിന്റെ ഈക്വൽ, അതായത് രണ്ട് പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആയിരിക്കും, സെയിം ആയിരിക്കും, ടോട്ടൽ ഒരേപോലെ ഈക്വൽ ക്വാണ്ടിറ്റിയിലുള്ള തുകയായിരിക്കും നമുക്ക് കിട്ടുക. അത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മെക്കാനിക്കൽ എനർജിയിൽ നിന്നാണ് എന്തൊക്കെ വന്നിട്ടുള്ളതെന്ന്. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി കൂടുന്നു, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു. പക്ഷെ രണ്ടിന്റെയും തുക എന്തായിരിക്കുന്നു? ഈക്വൽ ആയിരിക്കും. അതായത് എന്താണ്, ഒരു ബാഹ്യ വസ്തുവിലോ അല്ലെങ്കിൽ ബാഹ്യ ബലങ്ങളൊന്നും പ്രയോഗിച്ചില്ല എങ്കിൽ അതിലെന്തായിരിക്കും എന്നാണ് പറയുന്നത്, നമുക്ക് ആ ഒരു രണ്ടിന്റെയും തുക ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ബലങ്ങൾ പ്രയോഗിച്ചാൽ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഫോഴ്സ് പ്രയോഗിച്ചാൽ ചിലപ്പോൾ അതിന് മാറ്റം വരാം. പക്ഷെ ഒന്നും അതിൽ സംഭവിച്ചില്ല, ബാഹ്യ ബലങ്ങൾ ആ ഫോഴ്സ് ഒന്നും നമ്മൾ ആക്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതെന്തായിരിക്കും? നമുക്ക് ഒരിക്കലും രണ്ടിന്റെയും തുക എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പവർ പഠിച്ചു, ആദ്യം നമ്മൾ വർക്ക് പഠിച്ചു, വർക്കിന്റെ 3 ഇത് പഠിച്ചു. അടുത്ത് നമ്മൾ എന്ത് പഠിച്ചു? പവർ പഠിച്ചു, അതിന്റെ 2 കൈനറ്റിക് എനർജി പഠിച്ചു, കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി പഠിച്ചു, കൺസർവേഷൻ ഓഫ് പിന്നെ എന്താണ് പഠിച്ചത്? മെക്കാനിക്കൽ എനർജി പഠിച്ചു, പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയൊക്കെ ആണോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ്? പവർ. അതായത് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള നിരക്കിനെയാണ് നമ്മൾ എന്താ ചെയ്യുന്ന നിരക്ക്. അത് എത്രത്തോളം വേഗത്തിൽ ജോലി ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം പെട്ടെന്ന്, ആ ഒരു നിരക്ക് അല്ലെ, ആ ഒരു നിരക്കിനെയാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റേറ്റ് ഓഫ് വിച്ച് വർക്ക്സ് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. മനസ്സിലായോ? അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റേറ്റ് ഓഫ് വിച്ച് വർക്ക്സ് ഈസ് ഡൺ ഓർ എനർജി ഈസ് ട്രാൻസ്ഫേർഡ്. അതാണ് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്ന നിരക്കിന്, അതായത് എത്ര വേഗത്തിലാണോ ജോലി ചെയ്ത് തീർക്കാൻ പറ്റുന്നത് അതിനെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? പവർ. നമുക്കൊരു ജോലി തരുമ്പോൾ നമുക്ക് എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്തു, അത് നമ്മുടെ പവർ അനുസരിച്ചാണ് അല്ലെ എന്ന് നമ്മൾ പറയുന്നത് പോലെ അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു പ്രവൃത്തി ചെയ്യാൻ എടുക്കുന്ന ആ ഒരു നിരക്കിനെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, അത്ര മനസ്സിലായി. അപ്പോൾ അതിലെ 3 ഡെഫിനിഷൻ നമ്മൾ വന്നത് എന്താണ്? വർക്ക് പഠിച്ചു, എനർജി പഠിച്ചു, നെക്സ്റ്റ് നമ്മളിപ്പോ എന്താ പഠിച്ചത്? പവർ പഠിച്ചു. ഓക്കെ, അടുത്ത് നമ്മൾക്ക് ഇതിൽ വേറൊരു ചെറിയൊരു പോർഷൻ കൂടെ ഉണ്ട്, അതോടെ നമുക്ക് ഇത് കഴിയും. എന്താണ് കൊളീഷൻ അല്ലെ? എന്താണ് കൊളീഷൻ? അതെല്ലാവർക്കും അറിയാന്നുള്ളതാണ്. കൊളീഷൻ എന്ന് വെച്ചാൽ കൊളീഷൻ നടക്കുക എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ വസ്തുക്കൾ പരസ്പരം കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ അവയുടെ ചലനഗതിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടല്ലോ മാറ്റങ്ങൾ സംഭവിക്കുന്ന തരത്തില് എന്തെങ്കിലും സ്വാധീനിക്കുകയോ ചെയ്യുന്നതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു 2 വസ്തുക്കൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? പരസ്പരം കൂട്ടിമുട്ടണായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഈ 2 വസ്തുക്കൾക്ക് എന്തെങ്കിലും സ്ഥാനമാറ്റോ ചലനോ എന്തെങ്കിലും സംഭവിച്ച് വേറെ ഏതെങ്കിലും തരത്തിൽ അവയെ സ്വാധീനിക്കും ചലനത്തിന്റെ ഈ കൊളീഷൻ നടക്കുമ്പോൾ. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയാം? കൊളീഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? 2 അതിലധികമോ വസ്തുക്കൾ കൂട്ടിമുട്ടുന്ന അതിനെയാണെന്ന് പറയുന്നത് കൊളീഷൻ. അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്ത് പറയാം? അല്ലെങ്കിൽ അതിനെന്ത് സംഭവിക്കുന്നു എന്ന് പറയാം? പെട്ടെന്ന് അതിന്റെ ഇങ്ങനെ വന്നിരിക്കുന്നതിന് എന്തെന്ന് ചലനമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെന്തെന്ന് പറയാം? കൊളീഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ് കൊളീഷൻ എന്ന് വെച്ചാല് 2 അതിലധികമോ വസ്തുക്കൾ എന്താണ് കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ എന്താണ് അവയുടെ ചലനഗതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്ന രൂപം അല്ല, അല്ലെങ്കിൽ അതിന് തമ്മിലുള്ള സ്വാധീനിക്കാൻ തമ്മിലുള്ള അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൊളീഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കൊളീഷൻ, പ്രധാനമായിട്ടും 3 തരമുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, പിന്നെ ഇനാലാസ്റ്റിക് കൊളീഷനിൽ വേറൊരു കൊളീഷൻ കൂടെ ഉണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല, ഞാൻ പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ? ഒരു കൊളീഷനിൽ അതായത് ഒരു കൈനറ്റിക് എനർജി സംരക്ഷിക്കും. അതായത് ഒരു കൊളീഷൻ, നമ്മൾ ഒരു കൂട്ടിമുട്ടൽ സംഭവിക്കുമ്പോൾ അതിന്റെ മൊമെന്റവും അതുപോലെ അതിന്റെ കൈനറ്റിക് എനർജിയും അതെന്ത് ചെയ്യുന്നുണ്ട്?
സംരക്ഷിക്കും. അതായത് കൈനറ്റിക് എനർജിക്ക് അതിന് മാറ്റം ഒന്നും എന്താണ് സംഭവിക്കുന്നില്ല. അതായത് ഒരു കൊളീഷൻ നടക്കുമ്പോഴത്തേക്ക് അതിന്റെ മൊമെന്റത്തിനും അതേപോലെ തന്നെ ആകെ കൈനറ്റിക് എനർജിക്കും അതിനെന്ത് ചെയ്യുന്നില്ല, വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അതെന്തായിട്ട് മാറും, നമുക്ക് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയാം, രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ അതിനെന്താണ് പ്രത്യേകിച്ച് ഒരു സംഭവിക്കുന്നില്ല. മീൻസ് നമ്മുടെ ഉദാഹരണമായിട്ട് നമുക്ക് നമ്മളിപ്പോ ഒരു കൊളീഷൻ നടക്കുമ്പോൾ അവിടെ താപമോ ഊർജമോ എന്നോ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല അല്ലെ? അങ്ങനെ തന്നെ ഇരിക്കും. അതായത് നമ്മുടെ പ്രധാനമായിട്ട് പറയുന്ന ഗ്യാസ്, പിന്നെ അതേപോലെ അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ, അതൊക്കെ എന്തിനാണ്, ഇലാസ്റ്റിക് കൊളീഷനാണ്. അതായത് അത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ അകത്ത് ഗ്യാസുകൾ തമ്മിൽ നല്ല ആറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റംസ് തമ്മിൽ നല്ലതുപോലെ എന്ത് ചെയ്യും, കൊളീഷൻ നടക്കും, കൂട്ടിമുട്ടും അല്ലെ? പക്ഷെ എന്ത് ചെയ്യണം, അതിന് നമുക്ക് അവിടെ കൊളീഷൻ, നമ്മുടെ ഒരു ഗ്യാസ് സിലിണ്ടറിനകത്ത് ഗ്യാസ് അകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ അതിലുള്ള മോളിക്യൂൾസ് ഒക്കെ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലതുപോലെ കൊളീഷൻ, ഞെരുങ്ങി ആ ഒരു സിലിണ്ടറിനകത്തല്ലേ ഇരിക്കുന്നത്. അപ്പോഴേ ലക്ഷോപലക്ഷം മോളിക്യൂൾസ് അതിനുണ്ട്. അപ്പൊ എന്താണ്, അത് തമ്മിലൊരു കൊളീഷൻ നടക്കും, അത് ഞെരുങ്ങിയിരിക്കും. അപ്പോഴെന്താണ്, എന്തായാലും കൂട്ടിമുട്ടുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് നമുക്ക് താപമോ വേറെ എന്തെങ്കിലും അതിനകത്തിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതിന് അങ്ങനെയുള്ള ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ സബ് അറ്റോമിക് സ്ട്രക്ചർ, അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കൂട്ടിമുട്ടൽ, ഗ്യാസിന്റെ, ഇതൊക്കെ എന്താണ്, ഇലാസ്റ്റിക് കൊളീഷന് എക്സാമ്പിൾ ആണ്. പിന്നെ അടുത്ത രണ്ടാമത്തെ ഇനിലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാല് കൈനറ്റിക് എനർജി സംരക്ഷിക്കപ്പെടില്ല. മീൻസ് ഗതികോർജം, അതായത് മോശം മൂലം ഉണ്ടാവുന്നത് അതായിട്ട് തന്നെ പോകും. നേരത്തെ നമ്മൾ പറഞ്ഞു അതേ ഇതിൽ തന്നെ തുടരും എന്ന് പറഞ്ഞു. കൈനറ്റിക് എനർജിക്ക് നമുക്ക് എന്ത് ചെയ്യുന്ന മാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇന്നിലാസ്റ്റിക് ഇതില് കൊളീഷനിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, കൈനറ്റിക് എനർജിക്ക് എന്ത് പറ്റും, അത് ഒരു പെട്ട അവസ്ഥ, അതായത് അതിനെന്തായാലും മാറ്റം സംഭവിച്ചേ പറ്റൂ. അതായത് ആ രണ്ട് എഫക്റ്റുകൾ തമ്മിൽ കൂട്ടിച്ചേരുമ്പോൾ ഒന്നേ ചൂടായിട്ട് ഹീറ്റായിട്ട് മാറും, അല്ലെങ്കിൽ ശബ്ദമായിട്ട് മാറും, അല്ലെങ്കിൽ രൂപങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കും. കൈനറ്റിക് എനർജി സ്റ്റേബിൾ ആയിട്ട് ഇരിക്കത്തില്ല, എന്തെങ്കിലും രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഇത് അതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്താണോ, അവിടെ എന്ത് ചെയ്യും, സൗണ്ട് കേൾക്കും അല്ലെ? ചിലപ്പോ എന്താണ്, തീപിടുത്തോ നടക്കും. അപ്പൊ അതെന്താണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. നമ്മൾ പറഞ്ഞ രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുമ്പോൾ, നമ്മൾ ഒരു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന നിങ്ങൾ സങ്കല്പിക്കും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഒരു സൗണ്ട് എന്തായാലും ശബ്ദം പുറപ്പെടുവിക്കും. പിന്നെ താപം വരാൻ കൂടുതലാണ് അല്ലെ, പൊട്ടിത്തെറിക്കാൻ അല്ലെങ്കിൽ കത്തുന്നതിനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ എന്താണ്, അവിടെ കൈനറ്റിക് എനർജി സ്റ്റേബിൾ അല്ല, അതിന് പകരം എന്താണ്, രൂപമാറ്റം സംഭവിച്ചു, അതെന്തായിട്ട് മാറി, താപമായിട്ട് മാറി, പിന്നെ സൗണ്ട് എനർജിയിലോട്ട് മാറി, കൺവേർഷൻ നടന്നു അല്ലെ അവിടെ. അപ്പോ അതിന് രൂപമാറ്റം അങ്ങ് സംഭവിച്ചു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇതിലാണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാല് ഈ ഒരു കൊളീഷൻ നടക്കുമ്പോ കൈനറ്റിക് എനർജിക്ക് ഒരു രണ്ട് വസ്തു ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഒരെണ്ണം. പെർഫെക്റ്റ് ആയിട്ട് ഇനാലാസ്റ്റിക്, അതായത് ഇന്നിലാസ്റ്റിക് കൊളീഷന്റെ വേറൊരു വെർഷൻ. അതായത് ഞാൻ പറഞ്ഞുതരാം, നമുക്കിപ്പോ ഒരു കൊളീഷൻ നടക്കുന്ന വെച്ചാൽ ഇപ്പോ ഒരു ചെളിക്കട്ട അല്ലെങ്കിൽ ഒരു ചെളി കൊണ്ടുണ്ടാക്കിയ ഭിത്തിയിൽ നമ്മൾ എന്താണ് എറിയണം, ഒരു ചെളിക്കട്ട ഒരു ഭിത്തിയില് ഒരു വാളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെളി നല്ല ചെളി ഒക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എറിയുന്നുണ്ട്. അപ്പൊ എന്താണ്, അത് അവിടെ തന്നെ ഇരിക്കല്ലേ. ഇതിനെയാണ് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. മറ്റേ ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാൽ ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ വേറൊരു വെർഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രണ്ട് പ്രതലങ്ങൾക്കിടയിൽ കൊളീഷൻ നടക്കുക. അതായത് വാളിനും ഈ ഞാൻ എറിയുന്ന ചെളിക്കും എന്താണ്, അവിടെ അവർ രണ്ട് കൂട്ടിമുട്ടയല്ലേ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എറിഞ്ഞ ആ ചെളി അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ചെളി അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചാപ്റ്ററിൽ ഇത്രയാണ് നമുക്ക് എന്താണ് പെട്ടെന്നൊന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ വരുന്നത്. പിന്നെ ഇതിന്റെ ചെറിയ ചെറിയ പോർഷൻസ്, അതായത് തീറ്റ നമ്മൾ കൊടുത്തിട്ട് കോസ് തീറ്റയാണ് അതിന്റെ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ചെറിയ പോർഷൻസ്, അതിലെന്നാണ് വരുന്നത്. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് 9ാം ക്ലാസ് നമ്മളെടുത്ത അതേ ചാപ്റ്റർ തന്നെ, 9ാം ക്ലാസ്സിലുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇതിലുള്ളത് പഠിക്കാനായിട്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്സ് ചാപ്റ്ററിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണിത്. അതെന്താണ്, പോർഷന്റെ പേരെന്താണ്, വർക്ക് എനർജി പവർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ്, അതായത് 3 വർക്കും എനർജിയും പവറും ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കിയാലോ, എന്താണ് വർക്ക് എന്ന് നമുക്കറിയാം. വർക്ക് 3 തരത്തിലുണ്ടെന്ന് അറിയാതാണ്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക് ആൻഡ് സീറോ വർക്ക് എന്നറിയാം. പിന്നെ നമ്മൾ എന്തെന്ന് പഠിച്ചു, എനർജി എന്താന്ന് പഠിച്ചു. പിന്നെ എനർജിയുടെ മെക്കാനിക്കൽ എനർജിയുടെ മെയിൻ ആയിട്ട് ഡിവിഷൻ ചെയ്തത്
എന്താണ് പഠിച്ചേ? എന്തൊക്കെയാണെന്ന് പഠിച്ചോ? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ അതിലെന്താണ് കൈനറ്റിക് എനർജി എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പഠിച്ചു അല്ലെ. അടുത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? കൊളീഷൻ പഠിച്ചു അല്ലെ. കൊളീഷൻ എന്തൊക്കെയാണ്? ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, പിന്നെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ വേറെ എന്താണ് ഡെറിവേഷൻ പോലെ നമുക്ക് എന്താ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ നമ്മൾ പഠിച്ചു. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഒട്ടേറെ ക്വസ്റ്റ്യൻസ്. പിന്നെ അതിന്റെ പിന്നെ നമ്മൾ പഠിച്ചത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ തിയറി അല്ലെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. ഇത് രണ്ടും, അതായത് മെക്കാനിക്കൽ എനർജി അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. അതാണ് എന്താണ് ഒരു വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിക്ക് എന്താണ് ആകെ തുകയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നതും. അതെല്ലാം നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ നല്ല വിശദീകരിച്ച് നിങ്ങൾക്ക് ഡെഫിനിഷൻ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ അതെല്ലാം ആ കൺസർവേഷൻ ഓഫ് എനർജീസ് ലോസ്, തിയറം അല്ലെ, തിയറി അതുണ്ട്, ലോ ഓഫ് തിയറി അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് വർക്ക് എനർജി തിയറം നമ്മൾ പഠിച്ചു. വർക്ക് എനർജി തിയറം അതായത് മെക്കാനിക്കൽ എനർജി തിയറം, കൺസർവേഷൻ ഓഫ് തിയറം അതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും പോർഷനാണ് നമുക്ക് NIOSന്റെ ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററിലെ വർക്ക് എനർജി പവർ എന്ന് പറയുന്നുള്ളത്. അപ്പൊ ഇത് ടെക്സ്റ്റ് നിങ്ങൾക്ക് PDF ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക. അവ ബ്രീഫായിട്ട് അതൊന്ന് കൊടുത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ള ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് ആ ഒരു ചാപ്റ്ററിന്റെ അത് നമുക്ക് ഐഡന്റിറ്റി നമുക്ക് കിട്ടണം അതെന്താണെന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായേക്കാണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ നോട്ട്സ് എന്തെങ്കിലും വേണമെന്നുള്ളവര് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്, നോട്ട്സ് തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് അടുത്ത പുതിയൊരു ഫിസിക്സ് ചാപ്റ്ററിന്റെ പുതിയൊരു വീഡിയോ, അതായത് തിയറി പോർഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാ കുട്ടികൾക്കും നന്ദി. താങ്ക് യു.